നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ നാടെങ്ങും രക്തസാക്ഷിത്വ ദിനാചരണം. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ നിരവധി നൂതന പദ്ധതികൾ വിഭാവനം ചെയ്ത് പഞ്ചായത്തുകളിൽ വികസന സെമിനാർ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ന് മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷിത്വ ദിനം. വിവിധ പരിപാടികളോടെയാണ് രാജ്യം ഗാന്ധി സ്മരണ പുതുക്കിയത്. രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികളും മറ്റും സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നാട്ടിയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CG അജിത് കുമാർ, സെക്രട്ടറിമാരായ PK നന്ദനൻ, TV ഷൈൻ, മത്സ്യത്തൊഴിലാളി നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് PC ജയബാലൻ, KV സുകുമാരൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, CK മണികണ്ഠൻ, കമല ശ്രീകുമാർ, മുഹമ്മദ് അലി കണിയാർക്കോട്, റസൽ മുഹമ്മദ്, ജയൻ അണ്ടേഴത്ത്, മുരളി നാട്ടിക എന്നിവർ പങ്കെടുത്തു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മൂന്നുംകൂടി സെന്ററിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വിനായക് ഗോഡ്സെയുടെ രാഷ്ട്രീയ ഗുരു വീർ സവാക്കർ എന്ന് ഇവർ അവകാശപ്പെടുന്ന RSSന്റെ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെ നേതാവ്, അന്നത്തെ നേതാവായിരുന്ന സവാക്കറുടെ തീരുമാനപ്രകാരം ആണ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് എന്നുള്ളത് കപൂർ കമ്മീഷൻ കണ്ടെത്തിയതാണ് എന്നുള്ളതും ചരിത്രത്തിന്റെ രേഖയിലാണ് എന്നുള്ളത് ഞാൻ അത് പറയുകയാണ്. ഗാന്ധി എന്നുള്ളത് ലോകം അവസാനിക്കുന്നവരെ ഒരു പ്രതീകമായി അല്ലെങ്കിൽ ഒരു വിളക്കായി ഈ ലോകത്തുണ്ടാകുമെന്നുള്ളത് RSSകാരൻ മറന്നു പോകരുത് എന്നുള്ളതാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KN വേണുഗോപാൽ, VK സുശീലൻ, ആൻഡോ തൊറയൻ, VK പ്രദീപ്, NR രാമൻ എന്നിവർ സംസാരിച്ചു. ശിവജി കൈപ്പള്ളി, വിനയൻ കൂനമ്പാട്ട്, നിസാർ കുമ്മങ്കണ്ടത്ത്, ഷിഹാബ് താന്യം എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാരിയ ഉദ്ഘാടനം ചെയ്തു. PB സജീവ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BPC സിന്ധു, CK ബിജോയ്, സീനിയർ സൂപ്രണ്ട് പ്രേംജി, ബൈജു ഷാജി ജോർജ് എന്നിവർ സംസാരിച്ചു. പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവരും കൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അത്രയൊക്കെ തന്നെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കും. തീരെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഞാനിവിടെ ഉപജില്ലാ ഓഫീസറായിട്ട് വന്നതും. അവിടെ വന്ന സ്ഥിതിക്ക് എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം, ഉത്തരവാദിത്വം എൻ്റെ മാക്സിമം ഞാൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് മാത്രമേ അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എത്രത്തോളം അത് വിജയകരമാകും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് നമ്മുടെ മുൻപിൽ 8 ടീച്ചേഴ്സ് റിട്ടയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. 9 ടീച്ചർ, 9 പേര്, ടീച്ചറുടെ പേര് വിട്ടുപോയി. സംരംഭക വർഷം 2.0 പദ്ധതിയുടെ ഭാഗമായി വ്യവസായ വാണിജ്യ വകുപ്പും വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. വലപ്പാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന മേളയുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. 2 ആശയങ്ങൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്രത്തിന്റെ നീതി ആയോഗ് എന്ന് പറയുന്ന പരിശോധന കമ്മിറ്റി എന്ന് മലയാളത്തിൽ പറയാം. ഓരോ സംസ്ഥാനത്തിന്റെയും പദ്ധതികൾ കൃത്യമായി പരിശോധിക്കാൻ അധികാരമുള്ള നീതി ആയോഗ് എന്ന് പറയുന്ന
ആ കമ്മിറ്റി 12-ൽ പരം സ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം വഹിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ നവ സംരംഭകർക്കായി അനുവദിച്ച ലോൺ, ലൈസൻസ്, സബ്സിഡി അപേക്ഷകൾ ചടങ്ങിന്റെ ഭാഗമായി വിതരണം ചെയ്തു. ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വൈസ് പ്രസിഡന്റ് ജിത്ത് VR, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി KA, ജ്യോതി രവീന്ദ്രൻ, CDS ചെയർപേഴ്സൺ സുനിത ബാബു, ജനപ്രതിനിധികളായ മണി ഉണ്ണികൃഷ്ണൻ, KA വിജയൻ, ഷിഹാബ്, രശ്മി ഷിജോ, BK മണിലാൽ, വ്യവസായ വകുപ്പ് ഇന്ത്യൻ ജിതിൻ MS, ബ്ലോക്ക് വ്യവസായ ഓഫീസർ നവ്യ രാമചന്ദ്രൻ, വിവിധ ബാങ്കുകളിലെ മാനേജർമാർ, സംരംഭകർ എന്നിവർ പങ്കെടുത്തു. പാർപ്പിടം ശുചിത്വം, മാലിന്യ സംസ്കരണം തുടങ്ങി വൈവിധ്യമാർന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പഞ്ചായത്തുകളിൽ വികസന സെമിനാർ അവതരിപ്പിച്ചു. 9,66,00,000 രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്ത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ അവതരിപ്പിച്ചു. മാലിന്യ സംസ്കരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലധിഷ്ഠിത പദ്ധതികൾ, ഭവന നിർമ്മാണം എന്നീ പദ്ധതികൾക്കാണ് സെമിനാർ ഊന്നൽ നൽകിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഓരോ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കരട് പദ്ധതി രേഖയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്ന് നിങ്ങളുടെ ചർച്ചകളിലൂടെ ഒരു ക്രോഡീകരണം നടത്തിക്കൊണ്ടാണ് യഥാർത്ഥ പദ്ധതികൾ രൂപീകരിക്കുക. നമ്മൾ ഗ്രാമസഭകളിലൂടെയും ചർച്ചകളിലൂടെയും നമ്മൾ ഉരുത്തിരിഞ്ഞ നാടിൻ്റെ വികസനം, വലപ്പാടിൻ്റെ വികസനം, മുക്കിലും മൂലയിലും നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പണത്തിൻ്റെ ലഭ്യത അനുസരിച്ച്, മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആണ് നമ്മൾ ഇതെല്ലാം രൂപീകരിക്കുന്നത്. നമ്മൾക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മളുടെ അതിദാരിദ്ര്യമില്ലാത്ത ഒരു നാടായി കേരളത്തെ മാറ്റുക എന്നത് തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് VR ജിത്ത് പദ്ധതികൾ വിശദീകരിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ KA വിജയൻ, EP അജയ് ഘോഷ്, BK മണിലാൽ, മണി ഉണ്ണികൃഷ്ണൻ, അനിത കാർത്തികേയൻ, KK പ്രഹർഷൻ, MA ഷിഹാബ്, ഷൈൻ നെടിരിപ്പിൽ, വൈശാഖ് വേണുഗോപാൽ, ഫാത്തിമ സലീം, അനിതാബായ് ത്രിദീപ് കുമാർ, രശ്മി ഷിജോ, സിജി സുരേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EK തോമസ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, നിർവഹണ ഉദ്യോഗസ്ഥർ, അംഗൻവാടി അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. പാർപ്പിടത്തിനും ശുചിത്വത്തിനും ഊന്നൽ നൽകി നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം നടപ്പാക്കുന്ന പദ്ധതികൾ, കഴിഞ്ഞ വർഷം നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചൊക്കെ ശങ്കരനാരായണനും ദിനേശും ഇവിടെ സംസാരിച്ചു. പക്ഷേ താഴെയാണ് ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത്. അപ്പോൾ ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്നത് പഞ്ചായത്താണ്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ജനകീയ ആസൂത്രണത്തിലൂടെ അധികാര വികേന്ദ്രീകരണം നടക്കുന്നത് ഫണ്ടും അധികാരവും പഞ്ചായത്തിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ ഗ്രാമസഭകളിൽ വരുന്ന ചർച്ചകൾ, അതിലൂടെ എവിടെയാണ് നമ്മൾക്ക് വികസനം വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആ ഗ്രാമസഭകളിലൂടെ വന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞുകൊണ്ട് വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെ വന്ന് നമ്മൾ കരട് പദ്ധതി രേഖ ഇപ്പോൾ ഇന്ന് വികസന സെമിനാറിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പ് ചർച്ചകളിലൂടെ ഇത് മുഖ്യമായും ഏതെല്ലാം വേണ്ടിയൊക്കെ വേണം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KB ഷൺമുഖൻ, KK സന്തോഷ്, സെന്തിൽ കുമാർ, നികിത P രാധാകൃഷ്ണൻ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഗിലേഷ്, ഐഷാബി അബ്ദുൾ ജബ്ബാർ, സെക്രട്ടറി നിനിത, AS പ്രീത എന്നിവർ സംസാരിച്ചു. നാട്ടിയ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. പദ്ധതി രൂപീകരണ നിർദ്ദേശങ്ങൾ ഗ്രാമസഭ വഴി ക്ഷണിച്ച ശേഷം പദ്ധതി രൂപീകരണത്തിലെ ഏറ്റവും സുപ്രധാന സമിതിയായ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് UDF അംഗങ്ങൾ വികസന സെമിനാറിൽ നിന്നും വിട്ടുനിന്നത്. പദ്ധതി രൂപീകരണ നിർദ്ദേശത്തിൽ പറയുന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്താതിരുന്നത്. വർക്കിംഗ് ഗ്രൂപ്പ് വിളിക്കാതെ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന സെമിനാർ പദ്ധതി രൂപീകരണത്തിന്റെ ലംഘനമാണെന്നും UDF അംഗങ്ങളായ ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ, റസീന ഖാലിദ്, CS മണികണ്ഠൻ, KR ദാസൻ എന്നിവർ പറഞ്ഞു.
വർക്കിംഗ് ഗ്രൂപ്പ് വിളിച്ചു ചേർക്കാതെ വികസന സെമിനാർ നടത്തിയ നടപടിക്കെതിരെ UDF അംഗങ്ങൾ ജില്ലാ ആസൂത്രണ സമിതി ചെയർമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ആസൂത്രണ സമിതിയുടെ മെമ്പർ സെക്രട്ടറി കൂടിയായ ജില്ലാ കളക്ടർക്കും പരാതി നൽകി. ജനങ്ങളെ കേൾക്കാതെയും സുപ്രധാന സമിതികൾ വിളിച്ചു ചേർക്കാതെയും നാട്ടിക ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പദ്ധതി രൂപീകരണം CPM വൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് UDF ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ PM സിദ്ദിഖ്, കൺവീനർ KA കബീർ എന്നിവർ ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ദുരിതക്ഷാമം അനുഭവിക്കുന്ന വിഷയം അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. ശുദ്ധജലം കിട്ടാത്തവരായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മുമ്പ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ കാശ് കൊടുത്തു കുടിവെള്ളം വാങ്ങി പ്രത്യേക നമ്മൾ മാറുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് CM നിസാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രന്യ ബിനീഷ്, സുലേഖ ജമാലു, സബിത്ത് AS, വാർഡംഗങ്ങളായ സരിത, ഷബീർ അലി, മഞ്ജു പ്രേംലാൽ, ദിൽ ദിനേശൻ, ശ്രീകല, സന്തോഷ് പണിക്കശ്ശേരി, സുജിത്ത്, ആശ, ഷൈജ ഉദയകുമാർ, രേഖ, നൌഫൽ വലിയകത്ത്, സെക്രട്ടറി തോമസ് AL എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. താന്യം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ശാന്തി പാലസിൽ നടന്നു. ലൈഫ് പദ്ധതിയിൽ 1,71,11,481 രൂപ പട്ടികജാതി വിഭാഗത്തിലും 1,44,44,960 രൂപ ജനറൽ വിഭാഗത്തിലും ഉൾപ്പെടെ 3,58,16,000 രൂപ വകയിരുത്തിയുള്ള വികസന പദ്ധതി രേഖയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. രതി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹന പ്രജു, ബ്ലോക്ക് മെമ്പർമാരായ TB മായ, പഞ്ചായത്ത് സെക്രട്ടറി BH ഹബീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഈ സാമ്പത്തിക വർഷം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചും കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലായി ഇവിടെ നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മൾ ഈ കരട് നിർദ്ദേശങ്ങളായി നമ്മൾ ഈ ഗ്രാമസഭയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതിനുശേഷം പഞ്ചായത്തിൻ്റെ ഗ്രാമസഭകൾ ചേർന്ന് അതിൽ നിന്നും കൂടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് 2024-25 സാമ്പത്തിക വർഷത്തേക്ക് നമുക്ക് ലഭ്യമാകുന്ന പണം അതിൻ്റെ ഒരു വിശദീകരണം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ കോട്ടം തിരുവാണിക്കാവ് ക്ഷേത്രം ഈസ്റ്റ് നടയിൽ മിനി മാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. TN പ്രതാപൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ MP മൊമന്റോ നൽകി ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, വാർഡ് മെമ്പർമാരായ പ്രിയ ശോഭിരാജ്, പുഷ്പ TV, ഷിമ ആന്റണി, ഷീബ ഫ്രാൻസിസ്, വാർഡ് മെമ്പർ PK ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. നല്ല ആഗ്രഹമുണ്ട്. നിർഭാഗ്യവശാൽ ഇപ്പോൾ പണം 8 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചിട്ട് കിട്ടിയിട്ടില്ല. കോവിഡ് കാരണം കോവിഡിന്റെ പേര് പറഞ്ഞ് 2 വർഷത്തെ പൈസ 8 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റേത് മാത്രമല്ല, എല്ലാ MPമാരുടെയും ആ പണം കിട്ടിയാൽ വാർഡുകളിൽ പ്രത്യേകമായും പ്രസിഡന്റിനെ കൂടി ബന്ധപ്പെട്ട് മെമ്പർമാരെ ബന്ധപ്പെട്ട് ഇനിയും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് സ്നേഹത്തോടു കൂടെ ആദ്യമായി അറിയിക്കുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പട്ടികജാതി വനിതാ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റർ, അവിടെ കൾച്ചർ സെന്റർ കൂടി നിർമ്മിക്കുന്നതിനാണ് 31.5 ലക്ഷം രൂപ അനുവദിച്ചത്. ഇനിയൊരു ഇടവേള. 1/4 നൂറ്റാണ്ടായി കേബിൾ TV രംഗത്ത് കേരളക്കരയിൽ നിറസാന്നിധ്യമായ
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8-9 തീയതികളിൽ ചാലക്കുടിയിൽ. ഫെബ്രുവരി 8 പ്രതിനിധി സമ്മേളനം VA വർഗീസ് നഗർ, ചാലക്കുടി ടൗൺ ഹാൾ. ഫെബ്രുവരി 9 പൊതുസമ്മേളനം TV വിനോദ് കുമാർ നഗർ, ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ട്. മന്ത്രിമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, COA ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. COA എന്നും ജനങ്ങൾക്കൊപ്പം. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് ഇടവിള കൃഷി വ്യാപന പദ്ധതിയുടെ വാടാനപ്പള്ളി പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രന്യ ബിനീഷ്, സുലേഖ ജമാലു, വാർഡ് അംഗങ്ങളായ സരിത, ശ്രീകല, സന്തോഷ് പണിക്കശ്ശേരി, ഷൈജ ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 110 വനിതാ കർഷകർക്ക് 1000 രൂപയുടെ ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ചേന എന്നിവയടങ്ങിയ കിറ്റാണ് ലഭ്യമാക്കുന്നത്. നാട്ടിയ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS മണി അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപിക ഷെരീഫ PH റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാഠ്യേതര രംഗങ്ങളിൽ തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ എൻഡോമെന്റുകൾ നൽകി ആദരിച്ചു. തുടർന്ന് പൂർവ്വ അധ്യാപകരെയും ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, നാട്ടിക പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, SMC ചെയർമാൻ മഹേഷ് നായരുശ്ശേരി,
PTA വൈസ് പ്രസിഡന്റ് ശ്രീജ അജയകുമാർ, BPC സിന്ധു, മുൻ PTA പ്രസിഡന്റ് UK ഗോപാലൻ, കൊടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി രാജൻ, സീനിയർ അധ്യാപിക അർച്ചന P. വിജയൻ, സ്റ്റാഫ് പ്രതിനിധി KJ സന്തോഷ് കുമാർ, പ്രിൻസിപ്പൽ ഇൻചാർജ് സ്മിത എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പഠിച്ച വിദ്യാലയത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ അധ്യാപകരുടെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു ഭയം ഇപ്പോഴും നമ്മളെ ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ 10ാം ക്ലാസ്സിൽ ഈ അറ്റത്തെ ക്ലാസ്സിലാണ്, D ക്ലാസ്. നമ്മുടെ എസ്റ്റുഡൻ്റായ ശങ്കരനാരായണ മാഷ് സാമൂഹ്യ പാഠം ആണ് ഞങ്ങൾക്ക് അതേ ക്ലാസ് ടീച്ചർ. ഒപ്പം കണക്ക് ടീച്ചറായിട്ടുള്ള ഞങ്ങളുടെ വിമല ടീച്ചർ, പിന്നെ സരള ടീച്ചർ ഇരിക്കുന്നു. വിമൽ ടീച്ചർ കണക്കാണ് പഠിപ്പിച്ചത്. പക്ഷേ ടീച്ചർ 1 × 1 2 പറഞ്ഞാൽ ഞങ്ങളത് സമ്മതിക്കാം. 2ആണോ വലുത് 1ആണോ വലുത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിടിച്ച് പുറത്താകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന കണ്ടശങ്കടവ് സ്വദേശി ജിതേഷിന്റെ ചികിത്സാ സഹായ സമിതിയുടെ അവലോകന യോഗം വിളക്കുംകാലിലുള്ള സഹായ സമിതി ഓഫീസിൽ നടന്നു. ചികിത്സാ സമിതി കൺവീനർ ജോയ്മോൻ പള്ളിക്കുന്നത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ ഷാജി കുറുപ്പത്ത് അവതരിപ്പിച്ചു. കൺവീനർ ജോയ്മോൻ പള്ളിക്കുന്നത്ത്, ഷാജി കുറ്റുകാരൻ, അശോകൻ പുറത്താട്ടിൽ, വിദ്യാസാഗർ, സുനിൽകുമാർ ഇടക്കാട്ടിൽ, സുധി ആന്തുപറമ്പിൽ, സുഷിൽ പുളിപ്പറമ്പിൽ, മഹേഷ് കൊട്ടേക്കാട്, സുബിൻ പുളിപ്പറമ്പിൽ, ഷീല ബാലൻ, ഷൈബ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കണ്ടശങ്കടവ് അമ്പു സമൂഹത്തിന്റെ ഫണ്ടിൽ നിന്നും സമാഹരിച്ച തുക ജെയ്സൺ എലുവത്തിങ്കൽ ചികിത്സാ സമിതിക്ക് കൈമാറി. ബുധനാഴ്ച എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ് ജിതേഷിന്റെ ശസ്ത്രക്രിയ. മണലൂർ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പള്ളിവേട്ടയോടെ സമാപനമായി. ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാത്രി തിരുവില്ലോമല ജയൻ പൊതുവാൾ, കൊടുന്തരപ്പിള്ളി മനോജ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഇരട്ട തായമ്പക ശ്രദ്ധേയമായി. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രകുളത്തിൽ ആറാട്ട് നടന്നു. പള്ളിവേട്ട എഴുന്നള്ളിപ്പിന് 5 ഗജവീരന്മാർ അണിനിരന്നു. ക്ഷേത്രത്തിൽ മാർച്ച് 15-ന് ആരംഭിക്കുന്ന നവീകരണ സഹസ്ര കലശം പത്രിക പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര മേൽശാന്തി രാഘവേന്ദ്ര ആചാര്യ, ദേവസ്വം മാനേജർ P. രാജേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ 24 ഹീറോസും KL75 മ്യൂസിക് ബാൻഡും ചേർന്ന് അവതരിപ്പിച്ച മെഗാ മ്യൂസിക് നൈറ്റ് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിച്ച വ്യത്യസ്തമായ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ നിരവധി പേരാണ് പള്ളി അങ്കണത്തിൽ എത്തിയത്.
പ്രധാന വാർത്തകൾ വീണ്ടും. ഗാന്ധി സ്മരണയിൽ നാടെങ്ങും രക്തസാക്ഷിത്വ ദിനാചരണം. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ നിരവധി നൂതന പദ്ധതികൾ വിഭാവനം ചെയ്ത് പഞ്ചായത്തുകളിൽ വികസന സെമിനാർ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.